പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ തിരുവചനവുമായിട്ട് നിൽപ്പാൻ തന്ന വലിയ ഭാഗ്യ പദവിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്ന ഒരു വാക്യം വായിക്കാം. സ്തോത്രം ചെയ്യുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം സ്തോത്രം ചെയ്യുന്നു 51-ാമത്തെ വാക്യം. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് പ്രഭു, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്നും കുരുടൻ അവനോട് പറഞ്ഞു. നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. ഈ വിഷയത്തിലേക്ക് അല്ലെലുവ വരാം. സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയോട് ആയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്ന നല്ല വചനത്തിനായി കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ 10-ന്റെ 46-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവൻ എരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടു കൂടെ എരിഹോവിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തിമായിയുടെ മകനായ ബർത്തമായി എന്ന കുരുടനായ ഒരു പിഷ്ടക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ എരിഹോവിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് തൊട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വിഷയത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്ന എരിഹോവിനെ കുറിച്ച് ഇവിടെ സൂചന നൽകുന്നത് കൊണ്ടും പറഞ്ഞിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് തൊട്ട് സംസാരിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. ദൈവം അല്ലെങ്കിൽ തന്ന പരിധിക്കുള്ളിൽ നിന്ന് സംസാരിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. 3 എരിഹോവുകളുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഒന്ന് പഴയ നിയമ പട്ടണമായ എരിഹോവ്. ആധുനിക എരിഹോവിന് 1.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാകുന്നു. സ്തോത്രം ചെയ്യുന്നു. യെരുശലേമിന് 23 കിലോമീറ്റർ വടക്ക് കിഴക്കാകുന്നു. സ്തോത്രം ചെയ്യുന്നു. ഒരു എരിഹോവ്. സ്തോത്രം ചെയ്യുന്നു. 2 പുതിയ നിയമ എരിഹോവ് അടുത്ത് തന്നെ കുറെ കൂടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജോർദാന്റെ കാടിന് അടുത്ത് തന്ത്രപ്രധാനമായ എരിഹോവ് പ്രാചീന കാലത്ത് കിഴക്ക് നിന്നുള്ള വാണിജ്യ മാർഗങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നദി കടന്ന് കഴിഞ്ഞാൽ പാതകളിൽ ഒന്ന് വടക്കോട്ട് ബേഥേൽ, ശോഖോ എന്നിവിടയിലേക്കും സ്തോത്രം ചെയ്യുന്നു. മറ്റൊന്ന് പടിഞ്ഞാറോട്ട് യെരുശലേമിലേക്കും, മൂന്നാമത്തതൊന്ന് തെക്കോട്ട് യെബ്രോനിലേക്കും പോകുന്നു. സ്തോത്രം ചെയ്യുന്നു. ആ കാലത്ത് ജോർദാൻ താഴ്വരയിലെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പ്രാചീന നഗരങ്ങളിൽ ഒന്നായിരുന്നു. സ്തോത്രം ചെയ്യുന്നു എരിഹോവ്. സ്തോത്രം ചെയ്യുന്നു. 3-ാമത്തെ എരിഹോവ്. സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ കാലത്തിലെ എരിഹോവ്. സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ കാലത്തിലെ എരിഹോവ് പ്രധാന പട്ടണമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ജോർദാൻ കാടുകളിൽ നിന്നും യെരുശലേമിലേക്കുള്ള പാത എരിഹോവിനോട് കടന്നു പോകുന്നത് കൊണ്ട് ഗലീലയിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു യെരുശലേമിലേക്ക് പോകുന്ന തീർത്ഥാടനക്കാർ സ്തോത്രം ചെയ്യുന്നു അവിടെ താവളം അടിച്ചിരുന്നു. സ്തോത്രം ചെയ്യുന്നു. യേശു പല തവണ അതുവഴി കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ സ്നാനം സ്തോത്രം ചെയ്യുന്നു പരീക്ഷണം സ്തോത്രം ചെയ്യുന്നു ഈ പ്രദേശത്ത് വെച്ചാകുന്നു. സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. 2 കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തത് സ്തോത്രം ചെയ്യുന്നു ഈ ദേശത്ത് വെച്ചാകുന്നു. സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. പിന്നെ സ്തോത്രം ചെയ്യുന്നു ചുങ്കക്കാരനായ സ്തോത്രം ചെയ്യുന്നു സഖായിയുടെ മാനസാന്തരം ഈ പ്രദേശത്ത് വെച്ചാകുന്നു. സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. നല്ല ശമര്യക്കാരന്റെ ഉപമ ദേശത്ത് വെച്ചാകുന്നു. സ്തോത്രം ചെയ്യുന്നു. യെരുശലേമിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു. യെരുശലേമിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. എരിഹോവിലേക്ക് യാത്രയുടെ മധ്യ
കള്ളന്മാരുടെ അല്ലേലൂയ കയ്യിൽ അകപ്പെട്ട നല്ല ശമരിയക്കാരനെ കുറിച്ച് ഉപമ അല്ലേലൂയ യേശു പറഞ്ഞത് ഈ പ്രദേശത്ത് വെച്ചാകുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിന്റെ പണി മുഴുവൻ മഹാനായ ഹേരോദാവിന്റെ അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ഹേരോദാവിനെ നിർമ്മിച്ചതാകുന്നു. സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായിരിക്കുന്ന പട്ടണം മഹാനായ ഹേരോദാവ് നിർമ്മിച്ചതാകുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹേരോദാവ് ഇവിടെ സ്തോത്രം ചെയ്യുന്നു പട്ടണം പണിതു. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. BC 4 ഇവിടെ വെച്ച് ഹേരോദാവ് മരിച്ചു. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ റോമൻ സ്തോത്രം മാതൃകയിലായിരുന്നു പട്ടണത്തിന്റെ അല്ലേലൂയ സ്തോത്രം പണി മുഴുവനും പൂർത്തി വരുത്തിയത്. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. 1949 അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ഈ പട്ടണം സ്തോത്രം ചെയ്യുന്നു ജോർദാന്റെ സ്തോത്രം ചെയ്യുന്നു ജോർദാൻ ഗവൺമെന്റ് ഭാഗമായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സമുദ്രനിരപ്പിൽ നിന്നും അല്ലേലൂയ സമുദ്രനിരപ്പിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു 240 അല്ലേലൂയ മീറ്റർ താഴെയാകുന്നു ഇതിന്റെ സ്ഥാനം. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ സ്തോത്രം ചെയ്യുന്നു വായിച്ച അല്ലേലൂയ 46-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചാട്ടെ. അവർ എരികോവിൽ എത്തി. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ അവർ എരികോവിൽ എത്തി. അവരെന്ന് പറയുന്ന കർത്താവും തന്റെ ശിഷ്യന്മാരുമായി അല്ലേലൂയ ഒരു കൂട്ടം ജനവുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവർ എരികോവിൽ എത്തി. കർത്താവ് സ്തോത്രം ചെയ്യുന്നു നടന്നു പോകുന്ന സ്ഥലമാകുന്ന എരികോവ് ഒരു പ്രാവശ്യമല്ല കർത്താവ് പല സമയങ്ങളിൽ ആ സ്ഥലത്ത് കൂടെ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഗലീലയിൽ നിന്നും യെരൂശലേമിലേക്ക് പോകുന്ന പാതയാകുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഒരു പ്രാവശ്യമല്ല അനവധി പ്രാവശ്യം ആ വഴിയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ കടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. പല ഭിക്ഷക്കാരെ സ്തോത്രം ചെയ്യുന്നു ഇന്നുമുണ്ട്. യേശുവിന്റെ കാലത്തിലും ഉണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. പല ബസ് സ്റ്റാൻഡുകളിലും സ്തോത്രം ചെയ്യുന്നു റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ മെയിൻ സ്ഥലങ്ങളിലും ആൾ തിരക്കുള്ള സ്ഥലങ്ങളിലും സ്തോത്രം ചെയ്യുന്നു വഴിയോരങ്ങളിലും ഇവരെ കാണപ്പെടും. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അതിൽ ഒരു വ്യക്തിയാകുന്നു. സ്തോത്രം ചെയ്യുന്നു ഈ ഭിക്ഷക്കാരൻ യേശുവിന്റെ കാലത്തിൽ ഉണ്ടായിരുന്ന ഭിക്ഷക്കാരനെ കുറിച്ച് നമുക്ക് നോക്കാം. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു വായിച്ചാട്ടെ പെട്ടെന്ന്. അവൻ എരികോവിൽ എത്തി. അവർ എരികോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരികോവിൽ നിന്നും പുറപ്പെടുമ്പോൾ തിമ്മായിയുടെ മകനായ ബർത്തമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം വഴിയിൽ നിന്നും വഴി അരികിൽ കൂടെ പോകുന്നവരിൽ നിന്നും പലതും പ്രതീക്ഷിച്ചിരിക്കുന്ന ഭിക്ഷക്കാരൻ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഭിക്ഷ യാചിച്ച് കിട്ടുന്നതിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു ഉപജീവ മാർഗം കഴിക്കുന്ന ഒരു മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു വഴി അരികിൽ വേറെ ആരെല്ലാം ഉണ്ടെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു ഭിക്ഷക്കാരനെ കുറിച്ച് മാത്രമാകുന്നു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ അപ്പന്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ സ്തോത്രം പല ജോലികൾ ചെയ്ത് സമ്പാദിച്ച് ജീവിക്കുമ്പോൾ ഈ മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നു ഭിക്ഷ യാചിച്ച് ഉപജീവ മാർഗം കഴിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ഇരിപ്പുണ്ട്. മഴയത്തും വെയിലത്തും സ്തോത്രം ചെയ്യുന്നു ഇരിപ്പുണ്ട്. ആരെങ്കിലും കൊണ്ട് ഇരുത്തിയതാണോ എന്ന് അറിയത്തില്ല. നാളുകൾ കൊണ്ട് അവിടെ വസിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഒരു മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നു ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ വേറെ ആൾക്കാരുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. രേഖപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ ആ കാര്യവും പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം ചെയ്യുന്നു ഒരു മനുഷ്യൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത് നസ്രനായ യേശു എന്ന് കേട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്തോത്രം ചെയ്യുന്നു കണ്ട യേശുവിനെ കുറിച്ച് കണ്ട അറിവില്ല, കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അടുത്ത് അവൻ ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു ദാവീദ് പുത്ര എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു ദാവീദിനെ കുറിച്ച് കുരുടനെന്നല്ല
അറിവുണ്ട്. സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അഭിഷക്തനായിരിക്കുന്ന ദാവീദിന്റെ അടുക്കിലേക്ക് ബുദ്ധിമുട്ടുള്ളവർ, ഇടുക്കമുള്ളവർ, ഞെരുക്കമുള്ളവർ, മുടന്തന്മാർ, കുരുടർ ഒക്കെ സ്തോത്രം ചെയ്യുന്നു ദാവീദിന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദ് അവരെ ഉപേക്ഷിച്ചില്ല, അവരെ സ്നേഹിച്ചു, അവരെ ഹല്ലേലൂയ ചേർത്തണച്ചു. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ദാവീദ് അവരോട് കൃപ തോന്നിയതുപോലെ എന്നോട് കൃപ തോന്നും. ആ കുലത്തിൽപ്പെട്ട ദാവീദിന്റെ കുലത്തിൽപ്പെട്ട യേശു നീ ആകുന്നത് കൊണ്ട് ദാവീദ് പുത്ര, ദാവീദിന്റെ കുലത്തിൽ ജനിച്ച യേശുവെ എന്നോട് നീ കരുണ തോന്നണമെന്ന് ഹല്ലേലൂയ സ്തോത്രം ഭിക്ഷക്കാരൻ നിലവിളിക്കുവാൻ കാരണമായി തീർന്നു. ഭിക്ഷക്കാരൻ വിളിക്കുവാൻ ഹല്ലേലൂയ വിളിച്ചു സ്തോത്രം ചെയ്തു ദാവീദ് പുത്ര. അത് വായിച്ചാട്ടെ. ദാവീദ് പുത്ര, ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ. ദാവീദിന്റെ കുലത്തിൽ ജനിച്ച യേശുവേ നീ എന്നോട് കരുണ തോന്നണം. സ്തോത്രം ചെയ്യുന്നു. നീ എന്നോട് കൃപ തോന്നണം, നീ എന്നോട് ദയ തോന്നണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവർ ദയ തോന്നാതെ മടങ്ങിപ്പോകുമ്പോൾ, മറ്റുള്ളവർ കണ്ടും കാണാതെ പോകുമ്പോൾ, മറ്റുള്ളവർ കേട്ടും കേൾക്കാതെ പോകുമ്പോൾ, എന്റെ നിലവിളി കേട്ടും കേൾക്കാതെ പോകുമ്പോൾ, എന്റെ കണ്ണുനീരാരും കണ്ടും കാണാതെ പോകുമ്പോൾ, കർത്താവേ നീ എന്നോട് ഹല്ലേലൂയ സ്തോത്രം ചെയ്തു കരുണ തോന്നണമേ എന്ന് ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്ന് നിലവിളിച്ചു തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ഭിക്ഷക്കാരൻ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന അനവധി ഭിക്ഷക്കാർ അവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. വഴികരികാവുന്ന മെയിൻ വഴി അരികത്തിലായിരിക്കുന്നു അവർ ഇരുന്നത്. സ്തോത്രം ചെയ്യുന്നു. പക്ഷേ സ്തോത്രം ചെയ്യുന്നു ഈ ഹല്ലേലൂയ ഭിക്ഷക്കാരൻ മാത്രം നിലവിളിച്ച് തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. നിന്റെ വീടിന് വേണ്ടി നിലവിളിച്ചാൽ ഹല്ലേലൂയ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ നിന്റെ ആവശ്യത്തിന് വേണ്ടി നിലവിളിച്ചാൽ, നിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നിലവിളിച്ചാൽ, നിന്റെ ഭവനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നിലവിളിച്ചാൽ, നിന്റെ ജോലിയുടെ വിഷയത്തിന് വേണ്ടി നിലവിളിച്ചാൽ, നിന്റെ ഭവനത്തിന്റെ വിഷയത്തിന് നിലവിളിച്ചാൽ, നിന്റെ ബിസിനസിന്റെ വിഷയത്തിന്മേൽ നിലവിളിച്ചാൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ നിലവിളിച്ചാൽ എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അടുത്ത് വായിച്ചാട്ടെ. സ്തോത്രം ചെയ്യുന്നു. മിണ്ടാതിരിപ്പാൻ പലവരും അവനെ ശാസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മിണ്ടാതിരിക്കണം, നീ നിലവിളിക്കാൻ പാടില്ല, മിണ്ടാതിരിപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു നീ ഇങ്ങനെ തന്നെ ഇരിക്കണം, നീ ഇങ്ങനെ തന്നെ ജീവിക്കണം, നീ മിണ്ടാതെ ഇരിക്കണം. സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ആഗ്രഹം സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ നീ എന്നും ഇങ്ങനെ ഇരിക്കണമെന്ന് ലോകത്തിന്റെ ആഗ്രഹം സ്തോത്രം എന്നും നീ മനുഷ്യർ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു മനുഷ്യന്റെ മുൻപിൽ കൈ കാണിച്ച് അല്ലെങ്കിൽ കൈ കാണിച്ച് അല്ലെങ്കിൽ ജീവിക്കണമെന്ന അല്ലെങ്കിൽ ലോകം ആഗ്രഹിക്കുന്നത് എന്ന് നീ കുഴിയിൽ കിടക്കണമെന്ന ലോകം ആഗ്രഹിക്കുന്നത് കടഭാരത്തോടുകൂടി ജീവിക്കണമെന്ന ലോകം ആഗ്രഹിക്കുന്നത് നിനക്കൊരു ഉയർച്ച പ്രാപിക്കുവാൻ പാടില്ല, ലോകം ആഗ്രഹിക്കുന്നത് നിനക്കൊരു അനുഗ്രഹം പ്രാപിപ്പാൻ പാടില്ല, ലോകം ആഗ്രഹിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു നീ ഇങ്ങനെ തന്നെ ഇരിക്കണം, അന്ധകാരത്തിൽ തന്നെ ഇരിക്കണം, കൂരിരുട്ടിൽ തന്നെ ഇരിക്കണം, നീ എന്നും തപ്പി നടക്കണം, നീ എന്നും മറ്റുള്ളവരുടെ മുൻപിൽ കൈ കാണിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ മനുഷ്യൻ ആശ്രയിച്ച് ജീവിക്കണമെന്ന ലോകം ആഗ്രഹിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടി വായിച്ചാട്ടെ. മിണ്ടാതിരിപ്പാൻ പലരും ശാസിച്ചിട്ടും എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കരുത്, നീ ഉപവസിക്കരുത്, ഇനി നീ ആലയത്തിൽ പോകരുത്, ഇനി ദൈവത്തെ സ്തുതിക്കരുത്, ആമേൻ, ഇനി നീ പ്രസംഗിക്കരുത്. മിണ്ടാതിരിക്കുക. നിന്റെ ശബ്ദം ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് സ്തോത്രം ഇഷ്ടപ്പെടുന്നില്ല, നിന്റെ നിലവിളി ഇഷ്ടപ്പെടുന്നില്ല. മിണ്ടാതിരിക്കുവാൻ ഇന്നത്തെ ലോകം അതാകുന്നു. നീ പ്രാർത്ഥിക്കാൻ പാടില്ല, ഉപവസിക്കാൻ പാടില്ല, ആലയത്തിൽ പോകാൻ പാടില്ല, ദൈവത്തിന് നന്ദി പറയുവാനോ ദൈവത്തിന് സ്തുതി കരകയറ്റുവാനോ പാടില്ല. നീ ഇങ്ങനെ തന്നെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതകാലം മൊത്തം ഇങ്ങനെ നീ കൈ കാണിച്ചു കൊണ്ടിരിക്കണം. പലരുടെ ജീവിതം സ്തോത്രം ചെയ്യുന്നു വഴിയരികിൽ ഇരിക്കുന്നത് പോലെ മനുഷ്യരുടെ ആശ്രയിച്ച് മനുഷ്യരുടെ സഹായം പ്രതീക്ഷിച്ചിരിക്കുന്ന ചില വ്യക്തികളും കുടുംബങ്ങളും എന്നെ കേൾക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുവാൻ അല്ലെ ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉണ്ട്. എന്നും ഇങ്ങനെ കൈനീട്ടി ജീവിപ്പാനല്ല, എന്ന് നീ ഹല്ലേലൂയ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിപ്പാനല്ല. ദൈവം നിനക്ക് വഴികളും നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും എന്റെ ദൈവം നിനക്ക് ഒരുക്കി തരുന്നു. സ്തോത്രം ചെയ്യുന്നു. അടുത്ത് വായിച്ചോട്ടെ. ദാവീദ് പുത്ര എന്നോട്
കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അവൻ അടങ്ങിയിരുന്നില്ല. സ്തോത്രം. ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് നീ കരുണ തോന്നണം. ദാവീദ് പുത്ര, എന്നോട് നീ കൃപ തോന്നണം. ദാവീദ് പുത്ര, എന്നോട് ദയ തോന്നണം. ദാവീദ് പുത്ര, എന്നോട് നീ സ്നേഹം തോന്നണം. അല്ലെ ഇന്ന് പാൽക്കാലം അല്ലെ നിന്റെ വിഷയത്തിന് മുൻപിൽ നിലവിളിച്ചാൽ എന്റെ ദൈവം നിനക്ക് വഴികൾ തുറന്നു തരും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാവീദ് പുത്ര, എന്നോട് നീ കരുണ കാണിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. അവൻ അധികം നിലവിളിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എന്റെ നിലവിളി കേട്ടിട്ട് യേശുവേ നീ കടന്നു പോകരുത്. എന്റെ കണ്ണുനീർ കണ്ടിട്ട് യേശുവേ നീ കടന്നു പോകരുത്. എന്റെ ഇല്ലായ്മ കണ്ടിട്ട് നീ കടന്നു പോകരുത്. എന്റെ ശൂന്യത കണ്ടിട്ട് നീ കടന്നു പോകരുത്. എന്റെ കഷ്ടം കണ്ടിട്ട് നീ കടന്നു പോകരുത്. എന്റെ വേദന കണ്ടിട്ട് നീ കടന്നു പോകരുത്. എന്റെ ശൂന്യത കണ്ടിട്ട് നീ കടന്നു പോകരുത്. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടിട്ട് നീ കടന്നു പോകരുത്. എന്റെ മക്കളുടെ ആവശ്യം കണ്ടിട്ട് നീ കടന്നു പോകരുത്. എന്റെ കടഭാരം കണ്ടിട്ട് നീ കടന്നു പോകരുത്. എന്നോട് കൃപ തോന്നണം. ഞാൻ നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നു. എന്നോട് കരുണ തോന്നണം. അല്ലെങ്കിൽ ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ മുൻപിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നിലവിളിച്ചാൽ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ മുൻപിൽ നിലവിളിപ്പാനല്ല, മനുഷ്യന്റെ മുൻപിൽ കരയുവാനല്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സങ്കീർത്തനം സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 118 8-9 അവിടെ വായിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്ന കാൽ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്ന കാൽ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. നിന്റെ വിഷയം, നിന്റെ ആവശ്യം അല്ലെങ്കിൽ മനുഷ്യനോട് പറയുവാനല്ല, മനുഷ്യന്റെ മുൻപിൽ കരയാനല്ല, പിന്നെ നിന്റെ വിഷയം, നിന്റെ ആവശ്യം ദൈവത്തോട് കൂടെ പറയുക. സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ. അപ്പോൾ യേശു നിന്നു. നീ നിലവിളിച്ചു കഴിഞ്ഞാൽ എന്റെ യേശു നിൽക്കും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഹല്ലേലൂയ നീ നിലവിളിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹല്ലേലൂയ ആഗ്രഹം അറിയുവാൻ, നിന്റെ ആവശ്യം അറിയുവാൻ എൻ്റെ യേശു നിൽക്കും. എന്ത് വിഷയത്തിന് വേണ്ടി പോയാലും എൻ്റെ യേശു നിൽക്കും. നിന്റെ നിലവിളി കേട്ടിട്ട് എൻ്റെ ദൈവം പോകത്തില്ല. നിന്റെ ആവശ്യം അറിഞ്ഞിട്ട് എൻ്റെ ദൈവം പോകത്തില്ല. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹം അറിഞ്ഞിട്ട് എൻ്റെ ദൈവം കടന്നു പോകത്തില്ല. നിന്റെ വിഷയത്തിന് മറുപടി തന്നിട്ടേ എൻ്റെ ദൈവം ഹല്ലേലൂയ എൻ്റെ കർത്താവ് മുന്നോട്ട് പോകത്തുള്ളൂ. സ്തോത്രം ചെയ്യുന്നു. യേശു നിന്നു. നിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ യേശു നിൽക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ, നിന്റെ ജീവിതത്തിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ, നിന്റെ ജോലിയുടെ വിഷയത്തിന് മറുപടി തരുവാൻ, നിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ മറുപടി തരുവാൻ, നിന്റെ ബിസിനസ് മണ്ഡലത്തിൽ മറുപടി തരുവാൻ എന്റെ യേശു നിൽക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന അടുത്ത വാക്യം വായിച്ചാട്ടെ. അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. നിലവിളിച്ചാൽ എൻ്റെ യേശു നിൽക്കും. സ്തോത്രം ചെയ്യുന്നു. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. നിലവിളിച്ചാൽ കർത്താവ് നിൽക്കും. അത് മാത്രമല്ല, അവനെ വിളിപ്പീൻ എന്ന് പറയും. നിന്നെ വിളിക്കുന്നു. നിന്റെ വിഷയം കേൾക്കുവാൻ, നിന്റെ നിനക്ക് മറുപടി തരുവാൻ നീ എന്തിനാ ഇരിക്കുന്നെന്ന് കർത്താവിന് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവനെ വിളിപ്പീൻ, അവനെ വിളിപ്പീൻ. നാളുകൾ കൊണ്ട് അവനായിരിക്കുന്ന അവസ്ഥ ഞാൻ കാണുന്നു. അവനെ വിളിപ്പീൻ, അവനെ വിളിപ്പീൻ. അവനോട് എനിക്ക് സംസാരിക്കണം. അവന് ദൈവിക ആലോചന കൊടുക്കണം, ദൈവിക അരുളപ്പാട് കൊടുക്കണം. അവന് ദൂത് കൈമാറി മാറ്റം നടത്തണം. അതുകൊണ്ട് അവനെ വിളിപ്പീൻ, അവനെ വിളിപ്പീൻ. നിന്നെ വിളിക്കുന്നു. നിനക്ക് ദൈവത്തിന് ആലോചന തരുവാൻ, കുടുംബത്തിന് ആലോചന തരുവാൻ, ദൈവിക ആലോചന തരുവാൻ, അരുളപ്പാടും തരുവാൻ, ദൂതറിയിക്കുവാൻ, വചനമറിയിപ്പാൻ കർത്താവ് പാൽക്കാലം നിന്നെ വിളിക്കുന്നു. ദൈവിക ആലോചന തരുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ വിളിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഒന്ന്, ധൈര്യപ്പെടുക. സ്തോത്രം ചെയ്യുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഹല്ലേലൂയ. എങ്ങനെ ജീവിക്കണം, മക്കളുടെ അല്ലെങ്കിൽ ഭാവി ജീവിതം, കുടുംബത്തിന്റെ ഭാവി ജീവിതം, ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. പല കാര്യങ്ങളെ ഓർത്ത് വിചാരിച്ചും വേദനിച്ചും ദുഃഖിച്ചും ഞെരുങ്ങിയും ഇരിക്കുന്ന ഹല്ലേലൂയ നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. ഹല്ലേലൂയ. നീ വിചാരിക്കുന്ന
സംഭവിക്കത്തില്ല, നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. അല്ലെ, ധൈര്യപ്പെടുക, ഉറച്ചിരിക്കുക, ഉറച്ചു നിൽക്കുക, ഉറച്ചു നൽകുക, ഉറച്ചു നടക്കുക. സ്തോത്രം ചെയ്യുന്നു. അല്ലെ, ധൈര്യം. ഒന്ന്, ധൈര്യപ്പെടുക. രണ്ട്, എഴുന്നേൽക്കുക. ഒന്ന്, ധൈര്യപ്പെടുക. രണ്ട്, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പഴയ ഇരുന്ന സ്ഥാനത്തു നിന്നും എഴുന്നേൽക്കണം. സ്തോത്രം ചെയ്യുന്നു. നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നും, ഇരിക്കുന്ന സ്ഥാനത്തു നിന്നും സ്തോത്രം ചെയ്യുന്നു, നീ എഴുന്നേൽക്കണത് ആവശ്യമാകുന്നു. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനത് ആവശ്യമാകുന്നു. കർത്താവിന്റെ അടുക്കലേക്ക് വരണമെങ്കിൽ നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരണം. ഹല്ലേലൂയ. നീ ഫസ്റ്റ് ധൈര്യപ്പെടണം. അല്ലെ, ഭയം മാറണം. സ്തോത്രം. കർത്താവിന്റെ ആത്മാവിൽ, വചനത്തിൽ നീ ഉറച്ചിരിക്കണം. ഹല്ലേലൂയ. ഉറച്ചിരിക്കണം. സ്തോത്രം. ഉറച്ചു നിൽക്കണം. അല്ല, ഒന്ന്, ധൈര്യപ്പെടണം. രണ്ട്, എഴുന്നേൽക്കണം. പഴയ അവസ്ഥയിൽ നിന്നും ഒന്ന് ചാടി എഴുന്നേൽക്കണം. കുടഞ്ഞ് എഴുന്നേൽക്കണം. അടുത്ത്, മൂന്ന്, നിന്നെ വിളിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞവർ തന്നെ നിന്നെ വിളിക്കുന്നു. ആര് വിളിക്കുന്നു? യേശു വിളിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അവിടെ അടുത്തിരുന്നവരല്ല യേശു വിളിച്ചത്. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്ത് കൂടെ ഇരുന്നവരല്ല യേശു വിളിച്ചത്. അവന്റെ ഹല്ലേലൂയ ഭിക്ഷക്കാരന്റെ കുടുംബത്തിലുള്ളവരല്ല യേശു വിളിച്ചത്. വഴിയിൽ പോയവരല്ല യേശു വിളിച്ചത്. നടന്നവരല്ല യേശു വിളിച്ചത്. കർത്താവിന് ഹല്ലേലൂയ കരുണ തോന്നണമെന്ന് നിലവിളിച്ച ഭിക്ഷക്കാരനോട് പറയുന്നു, നിന്നെ വിളിക്കുന്നു. നിന്നോട് സംസാരിപ്പാൻ യേശുവിന് കഴിവുണ്ട്. അല്ലെങ്കിൽ നിന്നോട് സംസാരിപ്പാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. നിന്നെ കണ്ടവർ കാണാതെ പോകുമ്പോൾ, നിന്റെ നിലവിളി കേൾക്കാതെ പോകുമ്പോൾ, നിന്റെ കണ്ണീർ കണ്ടിട്ട് കാണാതെ പോകുമ്പോൾ, നിന്റെ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും നിന്റെ നിലവിളി, നിന്റെ കഷ്ടം, ദുഃഖം, പ്രയാസം കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ യേശു പറയുന്നു ഹല്ലേലൂയ. യേശുവിനെ ഹല്ലേലൂയ. യേശു സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചാട്ടെ. നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കുരുടനെ വിളിച്ചു. അടുത്തുള്ളവരല്ല വിളിച്ചത്, നിലവിളിച്ചവനെ വിളിച്ചതയും. ആരാണോ നിലവിളിക്കുന്നത് അവരോട് സംസാരിക്കുന്നതയും, ആരാണോ നിലവിളിക്കുന്നത് അവരോട് ഇടപെടുന്നതയും, ആരാണോ നിലവിളിക്കുന്നത് അവരോട് അവർക്ക് വേണ്ടി അവരുടെ വിഷയം കേൾപ്പാൻ തക്കവണ്ണം അല്ലെങ്കിൽ ആസ്വദം നിൽക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്തു. ആരോണോ നിലവിളിക്കുന്നത് അവരോട് സംസാരിപ്പാൻ നിൽക്കുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ക്രയത്തോടെ സ്തോത്രം ചെയ്തു. അടുത്ത വാക്യം വായിച്ചാട്ടെ. അവൻ അവന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു. പുതപ്പിനെ കാണിക്കുന്നു, പഴയ ജീവിതത്തെ കാണിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പഴയ ജീവിതമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പോകുവാൻ കഴിയത്തില്ല. പഴയ ജീവിതമായിട്ട് അല്ലെങ്കിൽ പഴയ സ്വഭാവമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ പോകാൻ കഴിയത്തില്ല. പുതപ്പ്, മുഷിഞ്ഞ് നാറിയ പുതപ്പ്, വർഷങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്യുന്നു പുതച്ചിരുന്ന, അവൻ്റെ ശരീരഭാഗം മറച്ചിരുന്ന പുതപ്പ് ഫസ്റ്റ് ഇട്ട് കളഞ്ഞു. അല്ലെ, മാറ്റിക്കളഞ്ഞു, എടുത്തു കളഞ്ഞു. ചാടി എഴുന്നേറ്റു. അവൻ കർത്താവിൻ്റെ വാക്ക് കേൾപ്പാൻ വേണ്ടി അവൻ ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയായിരുന്നു. അവൻ ചാടി എഴുന്നേറ്റ് വിളിച്ച ഉടൻ, ഈ മലയിൽ കർത്താവിൻ്റെ വാക്ക് കേട്ട ഉടൻ അവൻ ചാടി എഴുന്നേറ്റു. യേശുവിൻ്റെ അടുക്കൽ വന്നു. വിളിക്കുന്നവനെ വിളിച്ച് അടുത്ത് വരുത്തുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്ലെ, ഇന്ന് പൽക്കാലം നീ ദൈവത്തിന് കർത്താവിനോട് വിളിച്ചാൽ നിന്റെ വിഷയം കേൾപ്പാൻ കർത്താവ് നിന്നെ വിളിച്ച് അല്ലെങ്കിൽ അടുത്ത് വരുത്തുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അടുത്ത വാക്യം, യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. സ്തോത്രം. കർത്താവ് ഭിക്ഷക്കാരനായ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. സ്തോത്രം ചെയ്യുന്നു. എസ്തർ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ രാജാവ് എസ്തർ രാജ്ഞിയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താ? പറയുക. രാജ്യത്തിൻ്റെ പകുതിയോളം ഞാൻ നിനക്ക് തരാം. സ്തോത്രം ചെയ്യുന്നു. രാജാവിന് രാജ്യത്തിൻ്റെ പകുതിയോളം മാത്രമേ കൊടുത്ത് സഹായിപ്പാൻ കഴിയത്തുള്ളൂ. മനുഷ്യൻ്റെ സഹായത്തിനും സ്നേഹത്തിനും പരിധികളുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സഹായത്തിനും സ്നേഹത്തിനും പരിധികളില്ല. സ്തോത്രം ചെയ്യുന്നു.
അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവ് ചോദിക്കുന്ന ചോദ്യം വലിയ ചോദ്യമാകുന്നു. കുരുടനായ, ഒന്നും കാണുവാൻ കഴിയാത്ത മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കർത്താവ് ചോദിക്കുന്നു, നിന്റെ കൂടെ ചോദിക്കുന്നു, നിന്റെ കുടുംബത്തോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഭവനത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി, അല്ലെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പറയുക. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജോലിക്ക് വേണ്ടി, നിന്റെ ബിസിനസിന് വേണ്ടി, പഠന വിഷയത്തിന് വേണ്ടി, നിന്റെ മുന്നോട്ടുള്ള സ്റ്റെപ്പിന് വേണ്ടി ഞാൻ നിനക്ക് ആലോചന തരാം. അല്ലെങ്കിൽ ഞാൻ നിനക്ക് സ്റ്റെപ്പുകൾ പറഞ്ഞു തരാം. നീ ഇടത്തോട്ട് പോകണോ, വലത്തോട്ട് പോകണോ, മുന്നോട്ട് പോകണോ, എന്ത് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ ആവശ്യം ദൈവത്തോടു കൂടെ പറഞ്ഞാൽ മാത്രം മതി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വലിയ ചോദ്യമാകുന്ന സ്തോത്രം. കുരുടനായ മനുഷ്യനോട് ചോദിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സ്തോത്രം ചെയ്യുന്നു. എന്നോടോ നിങ്ങളോടോ ചോദിച്ച് ഈ ചോദ്യം കർത്താവ് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാനോ നിങ്ങളെ പറഞ്ഞേനെ, കർത്താവേ, അല്ലെങ്കിൽ എനിക്ക് കണ്ണു കണ്ടൂടാ, നാളുകൾ കൊണ്ട് ഞാൻ വഴികളിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു, എന്നോടാണോ നിന്റെ ഇത്രയും ചോദ്യം? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നിനക്ക് അല്ലെങ്കിൽ എനിക്ക് കണ്ണു കണ്ടൂടാ, നിനക്ക് കണ്ണു കണ്ടൂടെ? സ്തോത്രം ചെയ്യുന്നു. എന്നോടാണോ ചോദ്യം? സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ എന്നൊക്കെ ഞാൻ നിങ്ങളും പറഞ്ഞേനെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷെ കുരുടൻ വേറെ ഒന്നും ചോദിച്ചില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം ചെയ്യുന്നു. ഞാനോ നിങ്ങളോ മറ്റാകുന്നുവെങ്കിൽ ഒരു കാര്യത്തിന് പകരം 100 കാര്യം പറഞ്ഞേനെ. സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇന്ന വിഷയമുണ്ട്, കുടുംബത്തിന്റെ വിഷയം, അല്ലെങ്കിൽ അത് മാറ്റാനോ, എന്റെ കഷ്ടം മാറ്റാനോ, ഉപജീവം മാറ്റുവാനോ ഞാൻ രാവിലെയും പകലും വിടമെന്ന്, അല്ലെങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഒക്കെ പറയാമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷേ സ്തോത്രം ചെയ്യുന്നു, യേശു ചോദിക്കുന്നു, നിന്റെ ഹല്ലേലൂയ ആഗ്രഹം എന്താ? സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആഗ്രഹം കർത്താവിനോട് പറയുക. നിന്റെ ആവശ്യം, ഹല്ലേലൂയ, നിന്റെ ആവശ്യത്തിന് ഒത്തവണ്ണം, നിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം ചെയ്തു തരുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വായിച്ചാട്ടെ. യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു. താൽക്കാലികമാണോ? ഭവനത്തിന്റെ വിഷയമാണോ? കുടുംബത്തിന്റെ വിഷയമാണോ? നിന്റെ വിഷയമാണോ? നീ എന്താ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം? നിന്റെ ആവശ്യം എന്താ? അതാ കർത്താവ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ സ്തോത്രം, നിന്റെ വിഷയം ചെറിയ വിഷയമായിക്കൊള്ളട്ടെ, വലിയ വിഷയമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ രഹസ്യ വിഷയമായിക്കൊള്ളട്ടെ, പരസ്യ വിഷയമായിക്കൊള്ളട്ടെ, മനുഷ്യനോട് പറയുവാനല്ല, കർത്താവിനോട് പറയുക. അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് സ്തോത്രം. അടുത്ത് വായിച്ചു. നീ ഇച്ഛിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നത് എന്താ? എന്നിൽ നിന്നും, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും എന്താ നീ ആഗ്രഹിക്കുന്നത്? എന്താ നിന്റെ താല്പര്യം? നീ എന്താ പ്രതീക്ഷിക്കുന്നത്? ആമേൻ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം വായിച്ചാട്ടെ. റബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു എന്നർത്ഥം. നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. എന്നോട് നിങ്ങളോട് കർത്താവ് ഇങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ പറഞ്ഞേനെ, കർത്താവെ, നാളുകൾ കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എനിക്കൊരു വരുമാന മാർഗം നീ തുറന്നു തരണം. സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അല്ലെങ്കിൽ വാടക കൊടുപ്പാൻ അല്ലെങ്കിൽ സാമ്പത്തിക വഴികൾ ഇല്ലാതെ ഞാൻ അല്ലെങ്കിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ടൊരു ഭവനം നീ തരണമെന്ന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് നമ്മോട് കൂടെ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാതെ അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് വഴിയരികിൽ താമസിക്കുന്നു. അല്ലെങ്കിൽ നീ ഭൂമി സ്വന്തമായിട്ട് തരണമെന്ന് അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് നമ്മോട് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ. സ്തോത്രം ചെയ്ത് ഇവരെക്കാൾ, ഇവിടെ ഇരിക്കുന്നവരെക്കാൾ എന്നെ കോടീശ്വരനാക്കി മാറ്റണമെന്ന്, അല്ലെങ്കിൽ പ്രഭുവാക്കി മാറ്റണമെന്ന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. നമ്മോട് കൂടെ ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ. സ്തോത്രം ചെയ്യുന്നു. നാളെ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. നല്ല കാറിൽ എനിക്ക് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങണമെന്ന് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേനെ. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ പറഞ്ഞേനെ. സ്തോത്രം ചെയ്യുന്നു. 5 നില വീട് തരണമെന്ന്, അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്
നൽകി തരണമെന്നൊക്കെ നമ്മൾ പറഞ്ഞതിന് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമാകുന്നു. സ്തോത്രം ചെയ്യുന്നു. പക്ഷേ സ്തോത്രം ചെയ്യുന്നു, ഈ ഭിക്ഷക്കാരനായ മനുഷ്യൻ വേറെ വീട്ടിലുള്ള കാര്യം പറഞ്ഞില്ല, ഭാര്യയുടെ കാര്യം പറഞ്ഞില്ല, മക്കളുടെ കാര്യം പറഞ്ഞില്ല, നാട്ടുകാരെ കൂട്ടുകാരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവന്റെ ആവശ്യം എന്താണെന്ന് അത് തന്നെ പറയുവാൻ കാരണമായി തീർന്നു. അല്ലെങ്കിൽ ആ ഭിക്ഷക്കാരന്റെ ആവശ്യം എന്താണോ അത് കർത്താവിനോട് അവതരിപ്പിച്ചു. എനിക്ക് കാഴ്ച നൽകണം, അത് നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഡോക്ടറെ കൊണ്ട് കഴിയത്തില്ല, സയൻസിനെ കൊണ്ട് കഴിയത്തില്ല, പണത്തെ കൊണ്ട് കഴിയത്തില്ല, ഒരു മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല, മെഡിസിനെ കൊണ്ട് കഴിയത്തില്ല, അത് നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? നീ ഇച്ഛിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ കർത്താവ് നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുരുടൻ പറയുന്ന, കർത്താവേ നീ എനിക്ക് കാഴ്ച തന്ന് സഹായിക്കണം. ഹല്ലേലൂയ. നാളുകൾ കൊണ്ട് ഞാൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ള സഹായത്തോടു കൂടെ ഞാൻ ജീവിക്കുന്നു. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഫസ്റ്റ് സ്തോത്രം ചെയ്യുന്നു, എന്റെ കണ്ണിന് കാഴ്ച നീ നൽകണം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആവശ്യം അറിയുന്ന ദൈവം, നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, അവൻ സ്തോത്രം നിന്റെ ആഗ്രഹം അറിഞ്ഞു തരുന്ന ദൈവം, നിന്റെ സ്തോത്രം ചെയ്യുന്നു നിന്റെ കണ്ണിലെ കുരുട് കാണുന്ന ദൈവം, നിന്റെ ആവശ്യത്തെ അല്ലുവ അറിഞ്ഞ് പ്രവർത്തിച്ച് പൂർത്തി വരുത്തി തരുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ സ്തോത്രം ചെയ്തു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ നീ എനിക്ക് കാഴ്ച നൽകണം. സ്തോത്രം ചെയ്തു. കുരുടൻ വേറെ ഒന്നും ചോദിച്ചില്ല. സ്തോത്രം ചെയ്തു. അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കഷ്ടത്തില, ദുഃഖത്തില, പ്രയാസത്തില, വേദനയില ഒന്നൊന്നും പറഞ്ഞില്ല. സ്തോത്രം ചെയ്തു. എനിക്ക് കാഴ്ച നൽകി തരണം. അത് വായിച്ചാട്ടെ. യേശു അവനോട് യേശു അവനോട് കുരുടനോട്, ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന കുരുടനോട്, നിന്നോട് കൂടെ വന്നവരോ കൂടെ എന്ന് ചോദിച്ചില്ല, ചുമന്നുകൊണ്ട് വന്ന് ഇരുത്തിയവരോട് ചോദിച്ചില്ല, അടുത്തിരുന്നവരോടൊന്നും ചോദിച്ചില്ല. അല്ലെങ്കിൽ നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? നിന്റെ ആഗ്രഹം പറയും. ഭക്തന്മാരുടെ നല്ല ഹൃദയത്തിൽ നല്ല ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവം. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഭക്തന്മാരുടെ ഹൃദയത്തിൽ നല്ല ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവം. ആമേൻ. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം തരുന്ന ദൈവം. നിന്റെ ഹൃദയത്തിൽ ആവശ്യം എന്താണോ കർത്താവിനോട് പറയുക. ദൈവം അത് ചെയ്തു തരുവാൻ മതിയായവനാകുന്നു. ദൈവം അത് പൂർത്തി വരുത്തി തരുവാൻ അത് മതിയായവനാകുന്നു. അത് ദൈവം നിന്റെ കയ്യിൽ തരുവാൻ മതിയായവനാകുന്നു. ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുവാൻ, അത് പൂർത്തി വരുത്തി തരുവാൻ, നീ തുടങ്ങി വെച്ചത് പൂർത്തി വരുത്തി തരുവാൻ, ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അതെല്ലാം നിന്റെ കയ്യിൽ തരുവാൻ സ്തോത്രം ചെയ്തു, സ്തോത്രം ചെയ്യുന്നു. അത് നിന്റെ കയ്യിൽ തരുവാൻ തക്കവണ്ണം കർത്താവിന് താല്പര്യമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. നിന്റെ വായ കൊണ്ട് കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് സ്തോത്രം ചെയ്യുന്നു, അല്ലെ ആഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. അടുത്തിരുന്നവരല്ല പറഞ്ഞത് കുരുടന്റെ ആവശ്യം. സ്തോത്രം ചെയ്തു. വീട്ടുകാരല്ല കർത്താവിനോട് പറഞ്ഞത്, നാട്ടുകാരല്ല കർത്താവിനോട് പറഞ്ഞത്. ആ നിലവിളിച്ചവനോട് തന്നെ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നിന്റെ വായ കൊണ്ട് തന്നെ ചോദിപ്പാൻ, നിന്റെ വായിൽ നിന്ന് നിന്റെ ആവശ്യം കേൾപ്പാനാ എന്റെ ദൈവത്തിന് ആഗ്രഹം. അടുത്തുള്ളവർ പറയുവാനല്ല, ഇന്നാക്ക് കഷ്ടം, ഇന്നാക്ക് പ്രയാസം, ഇന്നാക്ക് ഇന്ന രോഗമുണ്ട്, അതിന് സൗഖ്യം കൊടുക്കണമെന്ന് ആരും പറഞ്ഞു കേൾപ്പാനല്ല കർത്താവിന് താല്പര്യം. പിന്നെയും നിന്റെ ആവശ്യം, നിന്റെ ആഗ്രഹം നിന്റെ വായിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ വായിൽ കൂടെ തന്നെ മറ്റുള്ളവർ പറഞ്ഞു കേൾപ്പാനല്ല എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെയോ നിന്റെ ആവശ്യം, നിന്റെ ആഗ്രഹം നിന്റെ വായിൽ കൂടെ തന്നെ കേൾക്കണം. അത് ചെറിയ വിഷയമായിക്കൊള്ളട്ടെ, വലിയ വിഷയമായിക്കൊള്ളട്ടെ, രഹസ്യ വിഷയമായിക്കൊള്ളട്ടെ, പരസ്യ വിഷയമായിക്കൊള്ളട്ടെ, ഏത് വിഷയമായിരുന്നാലും അത് നിന്റെ വായിൽ നിന്ന് കേൾപ്പാനാ ദൈവം ആഗ്രഹിക്കുന്നത്. വായിച്ചോട്ടെ. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പോക. അവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവമല്ല, വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവം. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ, നിലവിളിച്ചാൽ ദൈവം നിന്നെ സഹായിക്കും. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
നീ എന്താണോ വിശ്വസിച്ചത്, നീ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ നിന്റെ ആവശ്യം, അത് ചെയ്തു തരും ദൈവം. സ്വന്തം പോകുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ സ്വന്തം നിന്റെ ആവശ്യം കണ്ടിട്ട് പോകുന്ന കർത്താവല്ല എൻ്റെ ദൈവം. നിന്റെ ആഗ്രഹം അറിഞ്ഞിട്ട് നിന്നെ വിട്ടിട്ട് പോകുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. സ്വന്തം നിന്റെ കണ്ണുനീർ കണ്ടിട്ട് പോകുന്ന ദൈവമല്ല എൻ്റെ കർത്താവ്. നിന്റെ വേദനകൾ അറിഞ്ഞിട്ട് പോകുന്ന കർത്താവല്ല എൻ്റെ കർത്താവ്. നിന്റെ ശൂന്യത കണ്ടിട്ട് പോകുന്ന കർത്താവല്ല. സ്വന്തം നിന്റെ നിലവിളി കേട്ടിട്ട് കേൾക്കാതെ പോകുന്ന കർത്താവല്ല എൻ്റെ കർത്താവ് യേശു. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആവശ്യത്തിന് ഒത്തവണ്ണം, നിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം പ്രവർത്തിക്കുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അല്ലെങ്കിൽ നീ ഏതാണോ വിശ്വസിച്ചത്, നീ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ താല്പര്യപ്പെട്ടത്, അതുപോലെ സംഭവിക്കട്ടെ എന്ന്. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നത് പൽക്കാലം സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നീ എന്താ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നു, അത് തന്നെ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, ഭവനത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ നിവർത്തി വരുത്തട്ടെ, അങ്ങനെ തന്നെ പൂർത്തി വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. സ്തോത്രം. അടുത്ത് ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ, നാളെയല്ല, വൈകുന്നേരമല്ല, ഉച്ചയ്ക്കല്ല, കർത്താവ് പറഞ്ഞ സമയത്ത് തന്നെ, ഉടനെ തന്നെ അവൻ കാഴ്ച പ്രാപിച്ചു. സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു. ഒരു കണ്ണ് കർത്താവ് സൗഖ്യമാക്കി, ഒരു കണ്ണ് കർത്താവിനെ കൊണ്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ കാണിക്കണമെന്നും, ഇന്ന കണ്ണ് ഡോക്ടറെ കാണിക്കണമെന്നും, ഇന്ന് കണ്ണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നും, അല്ല ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞത്. പൂർണ്ണ സൗഖ്യം. ഇരു കണ്ണും, അവന് കുരുടായിരുന്ന ഇരു കണ്ണും, രണ്ട് കണ്ണും സ്തോത്രം ചെയ്യുന്നു അവർ കാഴ്ച പ്രാപിക്കുവാൻ കാഴ്ച പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഒരു കൈ സൗഖ്യമായിട്ട് കാലിനെ എന്നെ കൊണ്ട് കഴിയത്തില്ല, കാലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു എന്ന് പറയത്തില്ല എൻ്റെ കർത്താവ്. കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നവരാരെയും കർത്താവ് ഇതുവരേക്കും വെറുതെ വിട്ടിട്ടില്ല. അല്ലേലോ കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. അല്ലേലോ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലേലോ ദൈവത്തിന്റെ അത് പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. അല്ലേലോ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. അല്ലേലോ സ്തോത്രം ചെയ്യുന്നു. നിനക്ക് വേണ്ടി അല്ലെങ്കിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് താല്പര്യത്തോടു കൂടെ നിന്റെ മുൻപിൽ നിൽപ്പുണ്ട്. നിന്റെ വിഷയം കർത്താവിനോട് കൂടെ അല്ലെങ്കിൽ പറയുക, കർത്താവിനോട് കൂടെ അപേക്ഷിക്കുക, നിന്റെ വിഷയം ഷെയർ ചെയ്യുക. മനുഷ്യനോട് പറയുവാനല്ല, ഷെയർ ചെയ്യുവാനല്ല, നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ, മറുപടി തരുവാൻ, ഉത്തരം തരുവാൻ കഴിയാത്ത മനുഷ്യന്റെ മുൻപിൽ അല്ലെങ്കിൽ നിലവിളിപ്പാനല്ല, അവരുടെ മുൻപിൽ കരയുവാനല്ല, നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ, എല്ലാത്തിനും ഏക ഉത്തരം ക്രിസ്തു അത്രേ. അല്ലെങ്കിൽ ആ ക്രിസ്തുവിനോട് കൂടെ നിന്റെ വിഷയം പറഞ്ഞാൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിൽ എന്റെ ദൈവം ചെയ്തു തരും. സ്തോത്രം ചെയ്യുന്നു. അവൻ വിശ്വസിച്ചതുപോലെ അവന്റെ കണ്ണ് കാഴ്ച പ്രാപിച്ചു. സ്വന്തം സൗഖ്യം പ്രാപിച്ചു. അടുത്ത് യാത്രയിൽ അവനെ അനുഗമിച്ചു. യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. വിടുതൽ പ്രാപിച്ചിട്ട് കർത്താവ് 10 കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി. 10 പേർ പോയി. 9 പേർ മടങ്ങി വന്നില്ല, ഒരുവൻ മടങ്ങി വന്നു. നന്ദി പറയുവാൻ, കർത്താവിൻ്റെ പാദപീഠത്തിൽ നന്ദി പറയുവാൻ ഒരുവൻ മാത്രം മടങ്ങി വന്നു. ഇവിടെ വായിക്കുന്നത് യേശുവിനെ അനുഗമിച്ചു. വിടുതൽ പ്രാപിച്ചിട്ട് കർത്താവിനെ വിട്ട് പോകരുത്. അനുഗ്രഹങ്ങൾ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും വിടുതലും നന്മകളും ഉയർച്ചകളും പ്രാപിച്ചിട്ട്, സൗഖ്യം പ്രാപിച്ചിട്ട് അലേലുവ കർത്താവിൽ നിന്നും അകന്ന് പോകരുത്. കർത്താവിൽ നിന്നും അലേലുവ ദൂരെ പോകരുത്. കർത്താവിനെ മറന്നു ജീവിക്കരുത്. അലേലു നിനക്ക് സൗഖ്യം തന്ന, നിനക്ക് നന്മ തന്ന, വിടുതൽ തന്ന, ഉയർച്ച തന്ന, വളർച്ച തന്ന, നിന്നെ മാനിച്ച, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ ദൈവത്തെ നീ മറന്നെങ്ങും പോകരുത്. അകന്നെങ്ങും പോകരുത്, അകന്നെങ്ങും നടക്കരുത്. ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. ആമേൻ. സ്തോത്രം
ചെയ്യുന്നു, സ്വോത്രം ചെയ്യുന്നു, സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്വോത്രം ചെയ്യുന്നു. വിടുതൽ പ്രാപിച്ചിട്ട് പോകുവാനല്ല, നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ട് പോകുവാനല്ല, കർത്താവിനോട് കൂടെ കർത്താവിന് മുൻപേ നടക്കുവാനല്ല, കർത്താവിന് പിൻപേ നടന്നു പോകുക. സ്വോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കർത്താവിനെ ഹല്ലേലൂയ അനുഗമിച്ചു, കർത്താവിനോട് കൂടെ ചേർന്നു നടന്നു, കർത്താവിനോട് കൂടെ ഹല്ലേലൂയ പിൻപറ്റി നടന്നു. സ്വോത്രം ചെയ്യുന്നു, സ്വോത്രം ചെയ്യുന്നു. നീ പാൽക്കാലം നിലവിളിച്ചാൽ നിന്റെ കഷ്ടത മാറ്റുന്ന ദൈവം. നീ നിലവിളിച്ചാൽ പാൽക്കാലം നിലവിളിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. നീ നിലവിളിച്ചത് പാൽക്കാലം അധികം നിലവിളിച്ചാൽ നിനക്ക് പുതിയ വഴികൾ ദൈവം തുറന്നു തരും. നീ അധികം നിലവിളിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്വോത്രം ചെയ്യുന്നു, സ്വോത്രം ചെയ്ത് നിന്റെ ബുദ്ധിമുട്ടുകൾ എന്റെ ദൈവം മാറ്റിത്തരും. നീ നിലവിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. നിലവിളിച്ചു കഴിഞ്ഞാൽ നിന്നെ ഒരു പുതിയൊരു മനുഷ്യനാക്കി മാറ്റും. നിലവിളിച്ചു കഴിഞ്ഞാൽ നിന്റെ രോഗത്തിന് എന്റെ ദൈവം സൗഖ്യം തരും. നിലവിളിച്ചു തന്നെ കഴിഞ്ഞാൽ സ്വോത്രം ചെയ്ത് നിന്റെ കുടുംബത്തിന്, ഭവനത്തിന്റെ, നിന്റെ അവസ്ഥയ്ക്കൊക്കെ അടിമുതൽ മുടിവരെയും മാറ്റം വരുത്തുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വോത്രം ചെയ്തു. നിന്റെ ആവശ്യം കേൾക്കുവാൻ എന്റെ ദൈവം വന്നിട്ടുണ്ട്, നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിന്റെ നിന്റെ ഹൃദയത്തിന്റെ താല്പര്യം കർത്താവിനോട് പറയുക. സ്വോത്രം ചെയ്തു. എനിക്ക് കാഴ്ച നൽകണം. ഹല്ലേലൂയ, സ്വോത്രം ചെയ്തു. കുരുടനായ മനുഷ്യൻ ഹല്ലേലൂയ ചോദിച്ചു, സ്വോത്രം ചെയ്തു. പറഞ്ഞതുപോലെ കർത്താവിനെ സൗഖ്യമാക്കി. മുടന്തമാരെ നടത്തിയ യേശു നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ യേശു നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചെവിടർക്ക് ചെവി കേൾപ്പിച്ച യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കുരുടർക്ക് കാഴ്ച നൽകിയ യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പറയുക, കർത്താവിനോട് പറയുക. പൽക്കാലം നിന്റെ വിഷയം കർത്താവിനോട് പറയുക. കർത്താവെ, നാളുകൾ കൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്ത വിഷയങ്ങളിൽ ഈ ദിവസം എനിക്ക് മറുപടി നൽകണം. നാളുകൾ കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് നീ എനിക്ക് മറുപടി നൽകണം. നാളുകൾ കൊണ്ട് അല്ലെങ്കിൽ വിവാഹപ്രായമായി നിന്നിട്ടും വിവാഹം കഴിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥ നീ എനിക്ക് വഴികൾ, പാപജീവിതത്തിന്റെ വഴികൾ തുറന്നു തരണം. നീ കർത്താവിനോട് കൂടെ പറയുക. സ്വോത്രം ചെയ്തു. അല്ലെങ്കിൽ തലമുറയില്ലാതെ വർഷങ്ങളായി വിവാഹം കഴിച്ചിട്ട് തലമുറകളായി 5 വർഷം അല്ലെങ്കിൽ 7 വർഷം 3 വർഷം 12 വർഷം അല്ലെങ്കിൽ 17 വർഷമായിരിക്കുന്നു, എനിക്കൊരു തലമുറ എനിക്ക് വേണം എന്ന് കർത്താവിനോട് പറഞ്ഞാൽ ദൈവം നിനക്ക് തലമുറ തരുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ നിനക്ക് ജോലിയുടെ വിഷയമാണ്, കർത്താവ് നാളുകൾ കൊണ്ട് എനിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ നല്ലൊരു ജോലി, അനുഗ്രഹിക്കപ്പെട്ട ജോലി നീ തരണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട വഴികൾ ദൈവം തുറന്നു തരും. എനിക്ക് കർത്താവ് ശുശ്രൂഷ ഇല്ലാതെ ഇരിക്കുന്നു, ശുശ്രൂഷക്കുള്ള വഴികളും വേദികളും തുറന്നു തരണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് ഇത് ചെയ്തു തരുവാൻ മതിയായവനാകുന്ന സ്വോത്രം ചെയ്ത് കർത്താവ് ഞാൻ കടഭാരത്താൽ സ്വോത്രം ചെയ്ത് ജീവിക്കുന്നു, എന്റെ കടഭാരം മാറ്റിത്തരണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ നിന്റെ കടഭാരം എന്റെ ദൈവം മാറ്റിത്തരുന്ന ദൈവമാകുന്ന സ്വോത്രം ചെയ്തു. നീ വേദനയിൽ, ശൂന്യതയിൽ, ബുദ്ധിമുട്ടിൽ, ഇടുക്കത്തിൽ, ഞെരുക്കത്തിൽ കഴിയുന്ന കർത്താവ് ഈ അവസ്ഥയിൽ നിന്നെല്ലാം എനിക്ക് ഒരു മാറ്റം തരണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് ചെയ്തു തരുവാൻ വലിയവനായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വോത്രം ചെയ്തു. നിന്റെ വിഷയത്തിന്മേൽ വലിയവനായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വോത്രം ചെയ്യുന്നു. നിന്റെ ചെറിയ വിഷയം ഏത് വിഷയമായിക്കൊള്ളട്ടെ കർത്താവിനോട് പറയുക. സ്വോത്രം ചെയ്യുന്നു. കർത്താവ് സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ കർത്താവ് കുരുടനോട് പറയുന്നു, നിന്റെ വിശ്വാസം സ്വോത്രം ചെയ്യുന്നു, നിന്നെ രക്ഷിക്കട്ടെ, വിശ്വാസം പോലെ സംഭവിക്കട്ടെ. എന്താണോ വിശ്വസിച്ചത് അതുപോലെ തന്നെ നടക്കട്ടെ. ഭവനത്തിൽ പോകുന്നതിന് മുൻപേ ദൈവം വിടുതൽ കൊടുത്ത് കുരുടനായി വന്നിരുന്നവൻ ഇപ്പൊ കണ്ണ് കാണാനുള്ളവനായിട്ട് ദൈവം മാറ്റി. നിന്റെ കുരുട്ട് കണ്ണുകൾ തുറക്കട്ടെ. കുരുടായിരിക്കുന്ന കണ്ണുകൾ പാൽക്കാലം തുറക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ. ഇങ്ങനെ തിരുവെഴുത്തുകളെ കുറിച്ച് പഠിപ്പാനും ഗ്രഹിപ്പാനും മനസ്സിലാക്കുവാനും മറ്റുള്ള ലോകത്തിൽ കർത്താവ് സൃഷ്ടിച്ച സകലത്തെയും കുറിച്ച് കാണുവാൻ കഴിയാതിരിക്കുന്ന കുരുട്ട് കണ്ണുകൾ തുറക്കട്ടെ. ആത്മീയ മണ്ഡലങ്ങൾ തുറക്കട്ടെ. ആത്മീയ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പി നടക്കുന്ന അവസ്ഥ മാറട്ടെ. ഇരുട്ടിൽ തപ്പിയിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അവസ്ഥകൾ മാറട്ടെ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ
കുരുടനായി വന്ന മനുഷ്യൻ സ്വന്തം ചെയ്യുന്നു. അവന് പുതിയൊരു ജീവിതം കൊടുത്ത്, പുതിയ കാഴ്ച കൊടുത്ത്, പുതിയ മനുഷ്യനാക്കി മാറ്റിയ ദൈവം നിലവിളിച്ചു കഴിഞ്ഞ് നിന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റും. ആത്മീയ മണ്ഡലങ്ങളെ തുറന്നു തരും. ആത്മീയമായിട്ട് കണ്ണുകൾ തുറന്നു തരും. കുരുട് കണ്ണുകൾ ദൈവം മാറ്റി ആത്മീയമായിട്ട് കാണത്തക്ക രീതിയിൽ ആത്മീയ വിഷയങ്ങൾ കാണുവാൻ, ഗ്രഹിപ്പാൻ, ചിന്തിപ്പാൻ, പ്രവർത്തിപ്പാൻ തക്കവണ്ണം ആത്മീയ കണ്ണുകൾ തുറക്കുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ കരത്തോട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. കുരുടിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, സ്തോത്രം ചെയ്യുന്നു. കുരുടിന്റെ പ്രത്യേകതകൾ ഒന്ന്, സ്തോത്രം ചെയ്യുന്നു. ഒന്നും കാണുകയില്ല, സ്തോത്രം ചെയ്യുന്നു. രണ്ട്, മറ്റുള്ളവരുടെ സഹായം അവന് വേണം, സ്തോത്രം ചെയ്യുന്നു. മൂന്ന്, വേഗത കുറവ്, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. നാല്, തപ്പി നടക്കും, തപ്പി നോക്കും, സ്തോത്രം ചെയ്യുന്നു. അഞ്ച്, മനസ്സിലെ കണ്ണുകൊണ്ടെല്ലാം അവൻ സ്തോത്രം ചെയ്യുന്നു കാണും. മനസ്സിലെ കണ്ണുകൊണ്ടാ കണ്ട് നടക്കുന്നത്, സ്തോത്രം ചെയ്യുന്നു. ആറ്, സ്തോത്രം ചെയ്യുന്നു. കേവിൽ കൂടെ, സ്തോത്രം ചെയ്യുന്നു. കേവിൽ ആറ്, കേവിൽ കൂടെ കൈ, കാൽ, വായ് ഒരുമിച്ച് പ്രവർത്തിക്കും, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് പൽക്കാലം സ്തോത്രം കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ചാൽ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ കരത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്താൽ കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ളവർക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.